ഞാൻ കുഞ്ഞിലേ തന്നെ അമ്മയുടെ വയറ്റിലുണ്ടായിരുന്നപ്പോൾ തന്നെ അമ്മയ്ക്ക് 5 മാസത്തോളം ബ്ലീഡിങ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അമ്മയുടെ അടുത്ത് പറഞ്ഞു, ഒന്നെങ്കിൽ ബർത്ത് ഡിഫക്റ്റ് ഉള്ള ഇല്ലെങ്കിൽ മരിച്ച ഒരു കൊച്ചിനെ ആയിരിക്കും കിട്ടുന്നേ എന്നും പറഞ്ഞ്. പക്ഷേ അമ്മ പറഞ്ഞു കൊച്ചിനെ കളയാൻ സമ്മതിക്കത്തില്ലെന്നും പറഞ്ഞ് അമ്മ എല്ലാ ദിവസവും ഇരുന്ന് ജപമാല ചൊല്ലി. ഞാൻ ഉണ്ടായി, എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് മെനിഞ്ചൈറ്റിസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ നാൾ ഹോസ്പിറ്റലിൽ കിടക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ എനിക്കിപ്പോൾ 23 വയസ്സായി. എൻ്റെ അറിവിൽ 21 വർഷവും ഞാൻ ഹോസ്പിറ്റൽ ലൈഫായിരുന്നു. എല്ലാ വർഷവും എന്നെ കൊണ്ട് ഇവർ ഹോസ്പിറ്റലിൽ പോകും, ഓരോരോ അസുഖങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ 2019 എൻ്റെ പപ്പ ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തു. അന്നേരം ഞാൻ നേഴ്സിങ്ങിന് ഫസ്റ്റ് ഇയർ ആയിരുന്നു. 2019 ഞാൻ നേഴ്സിങ്ങിന് ചേർന്നു. ആ സമയത്ത് ഫസ്റ്റ് ഒരു 3 മാസമൊന്നും എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് പോയി. അത് കഴിഞ്ഞപ്പോഴത്തേനും 2020 കയറി കുറച്ചങ്ങ് ആയപ്പോഴത്തേനും എൻ്റെ അസുഖങ്ങൾ പിന്നെയും കൂടാൻ തുടങ്ങി. എൻ്റെ കൈയൊക്കെ മരച്ച് എനിക്കൊന്നും എഴുതാനും പറ്റത്തില്ല. നേഴ്സിംഗ് സ്റ്റുഡൻസിന് അറിയായിരിക്കും, ഒരുപാട് എഴുതാനുണ്ട്. പക്ഷേ എനിക്കൊന്നും എഴുതാൻ പറ്റുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല, ഒന്നിലും കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. ഞാനിരുന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ അമ്മയും വന്നിട്ട് അത് കഴിഞ്ഞപാടെ വന്ന് ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു. എനിക്ക് വേണ്ടി ഇവർ വീട്ടിൽ നിന്ന് ഒരുപാട് കണ്ണീരൊഴുകി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എന്നാലും എനിക്ക് കുറയുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ എൻ്റെ എക്സാമൊക്കെ എടുക്കാനായപ്പോഴത്തേനും എനിക്ക് കുറേ ലീവൊക്കെ വന്നു. അന്നേരം കോളേജിൽ നിന്ന് അവർ എൻ്റെ അടുത്ത് പറഞ്ഞു, മോൾ എക്സാം എഴുതണ്ട, നിനക്ക് എക്സാം എഴുതാൻ പറ്റത്തില്ല, കാരണം ഒരുപാട് ലീവുണ്ട്. പക്ഷേ എൻ്റെ പപ്പായും അമ്മയും പിന്നെയും ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അവർ എനിക്ക് എക്സാം തന്നു. ആ വർഷം ഞാൻ ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായി. സെക്കൻഡ് ഇയറിൽ ഈ മരപ്പൊക്കെ കുറഞ്ഞു. പക്ഷേ എനിക്ക് ഫൈബ്രോമയാൾജിയ എന്നും പറഞ്ഞൊരു അസുഖം വന്നു. അതെന്ന് പറഞ്ഞൊരു ജനറ്റിക് അസുഖമാണ്. പക്ഷേ എൻ്റെ കുടുംബത്തിൽ ആർക്കും അങ്ങനെയൊന്നുമില്ല. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ദേഹത്ത് മുള്ളും കൊണ്ട് ആരോ കുത്തുന്ന പോലെ ഒരു അസുഖമാണ്. നമ്മുടെ ദേഹത്ത് ആരെങ്കിലും തൊടുപോലും ചെയ്താലും നമുക്ക് ഭയങ്കരമായിട്ട് വേദന എടുക്കും. അങ്ങനെ ഞാൻ അതും കൊണ്ട് കുറേ നാൾ നടന്നു. അതിൻ്റെ കൂടെ തന്നെ കാൽസ്യം ഡെഫിഷ്യൻസി, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, പിന്നെ ശ്വാസമുട്ട്, ലങ്സിന് പ്രോബ്ലം, ഇങ്ങനെ കുറേ അസുഖങ്ങളും വന്നു. എന്നിട്ട് എൻ്റെ പപ്പായും അമ്മയും ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് ഉറച്ചു നിന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവർ കണ്ണീരൊഴുക്കി തന്നെ പ്രാർത്ഥിച്ചു, രാവും പകലും ഇല്ലാണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എങ്ങനെയെങ്കിലും ഒന്ന് നേഴ്സിംഗ് പാസ്സാക്കാൻ വേണ്ടി. ആ വർഷം പപ്പയും അമ്മയും എന്നെ ഇവിടെ 2022 എന്നെ ഇവിടെ കൊണ്ടുവന്നു. ഞാൻ 2 വട്ടം ഇവിടെ വന്നു, ഉടമ്പടി എടുത്തില്ല. പക്ഷേ 2022 ഞാൻ ലാസ്റ്റ് ആയിരുന്ന സമയത്ത് ഇവിടെ ഈ ഫ്രണ്ടിലെ മാതാവിൻ്റെ അടുത്ത് വന്ന് ഞാൻ പറഞ്ഞു, മാതാവിൻ്റെ അസുഖമൊന്നും കുറയ്ക്കേണ്ട, പക്ഷേ അസുഖം ഞാൻ സഹിച്ചോളാം, എനിക്ക് പ്രശ്നമില്ല.